ഷാർജയിൽ മകളെ കൊലപ്പെടുത്തി യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത് ഭർത്താവും ഭർത്താവിന്റെ അച്ഛനും ഭർത്താവിന്റെ സഹോദരിക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഉള്ളത്. ആഹാരം തരില്ല, പട്ടിയെപ്പോലെ തല്ലി, നാട്ടിൽ പോകാൻ അനുവദിക്കില്ല തുടങ്ങിയവ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ആത്മഹത്യാക്കുറിപ്പിൽ അക്കമിട്ട് നിർത്തുന്നുണ്ട് വിഭജിക. കൊല്ലം കൊട്ടാരക്കര ചന്ദനത്തോപ്പ് സ്വദേശിനിയായ വിഭജിക മണിയനെയും മകൾ വൈഭവിയെയും ചൊവ്വാഴ്ചയാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവിന്റെ അച്ഛൻ മോശമായി പെരുമാറിയെന്ന് ഭർത്താവ് നിതീഷിനോട് പറഞ്ഞിട്ടും പ്രതികരിച്ചില്ലെന്ന് കുറിപ്പിൽ പറയുന്നു. തന്നെ കല്യാണം ചെയ്തത് അയാൾക്ക് കൂടി വേണ്ടിയാണെന്നാണ് ഭർത്താവ് പറഞ്ഞതെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ: ഭർത്താവ് വൈകൃതമുള്ള മനുഷ്യനാണ്. കാണാൻ പാടില്ലാത്ത വീഡിയോ കണ്ടിട്ട് അതുപോലെ ബെഡിൽ വേണമെന്നാവശ്യപ്പെടും. ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അവർ ഒരുപാട് ക്യാഷ് ഉള്ളവരാണ്. എന്നിട്ടും എന്റെ സാലറിക്കായി എന്നെ ദ്രോഹിച്ചുകൊണ്ടേയിരുന്നു. എന്റെ മുടി വരെ വെട്ടാൻ അവരാണ് കാരണം. സ്വന്തം അമ്മായിയപ്പൻ മോശമായി പെരുമാറിയതുവരെ ഞാൻ സഹിച്ചു. എന്നാൽ സ്വന്തം ഭാര്യ കൂടെ കിടക്കുന്നതിനെ പറ്റി വരെ മറ്റൊരു പെണ്ണിനോട് നിതീഷ് ഷെയർ ചെയ്തു. എന്റെ ലോക്കറിന്റെ താക്കോൽ നിതീഷിന്റെ അച്ഛന്റെ കൈവശമായിരുന്നു. അത് തിരികെ വാങ്ങിയതാണ് വൈരാഗ്യത്തിന്റെ കാരണങ്ങളിൽ ഒന്ന്. ഞാനും കുഞ്ഞും എന്നും ഒറ്റയ്ക്കായിരുന്നു. കല്യാണം ആഡംബരമായി നടത്തിയില്ല. സ്ത്രീധനം കുറവാണ്. കാറ് കൊടുത്തില്ല എന്നെല്ലാം പറഞ്ഞ് എന്നെ കൊല്ലാക്കൊല ചെയ്തു. അതൊക്കെ ഞാൻ സഹിച്ചു. വീടും പണവും ഇല്ലാത്തവൾ, തെണ്ടി ജീവിക്കുന്നവൾ എന്നൊക്കെയാണ് എന്നെ വിളിച്ചത്. അതെല്ലാം ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ക്ഷമിച്ചത്. വിഭജികയുടെ മരണത്തിന് പിന്നാലെ ഗാർഹിക സ്ത്രീധന പീഡനമെന്ന ആരോപണവുമായി യുവതിയുടെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. ഓഡിയോയും അതുപോലെ തന്നെ വാട്സപ്പ് സന്ദേശങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ തെളിവുകളായി ലഭിച്ചു കഴിഞ്ഞു. വിദേശകാര്യ മന്ത്രാലയം, മുഖ്യമന്ത്രി, റൂറൽ SP എന്നിവർക്ക് കുടുംബം പരാതി നൽകി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ദുബായിലെ സ്വകാര്യ കമ്പനിയിലെ HR വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വിഭജികയും സ്വകാര്യ കമ്പനിയിലെ എഞ്ചിനീയറായ നിതീഷും കഴിഞ്ഞ കുറച്ചു നാളുകളായി സ്വരച്ചേർച്ചയിൽ അല്ലായിരുന്നു എന്ന് തന്നെയാണ് ബന്ധുക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. രണ്ടുപേരും 2 ഫ്ളാറ്റുകളിലായിട്ടാണ് താമസിച്ചിരുന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ നിതീഷ് വിഭജികയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. വിവാഹമോചനത്തിന് വിഭജികയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്ന അമ്മയെ അറിയിച്ചുകൊണ്ടുള്ള ശബ്ദ സന്ദേശവും ഇവർ പുറത്തുവിട്ടു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് വേദനയോടെയാണ് മലയാളികൾ ഈ വാർത്ത കേട്ടത്. വളരെ മികച്ച ജോലി ചെയ്യുന്ന ഒരു യുവതി തന്റെ 1.5 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എങ്കിൽ അവരുടെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടാവണം, അവരെ എത്രത്തോളം മാനസികമായി പീഡിപ്പിച്ചിട്ടാവണം എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം ജീവൻ പോലും കളയാൻ തയ്യാറായി. കാരണം ഭർത്താവിന്റെ ദുഷ്ടതരങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് കുറിപ്പുകളും അതുപോലെ തന്നെ ഓഡിയോ അടക്കമുള്ള തെളിവുകളെല്ലാം തന്നെ ബാക്കിയാക്കി വിഭജികയും കുഞ്ഞും യാത്രയായത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.